മഹാലക്ഷ്മി സീരിയലിൻ്റെ മഹാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണൻ്റെ മനസ്സിൽ മഹാലക്ഷ്മിയോട് തീർത്താ തീരാത്ത പകയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് മേഘനാണെങ്കിൽ തൻ്റെ മനസ്സിലുള്ള ആ വിഷം കണ്ണൻ്റെ മുമ്പിൽ പറയുമ്പോൾ കണ്ണനാണെങ്കിൽ ഞെട്ടുന്നുണ്ട്. ഇന്ന് എന്തായാലും മഹാലക്ഷ്മി കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് വരുമെന്നാണ് പറഞ്ഞു കേട്ടത്. ആ ബാലേന്ദ്രൻ സാറ് പറഞ്ഞതാ. അയാൾ മഹാലക്ഷ്മിയും കൂട്ടി വരുമ്പം അവൾ പിന്നെ അവിടുന്ന് ജീവനോടെ പോകാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ കണ്ണൻ ചോദിക്കുന്നു, അതിന് മഹി ഇന്നവിടെ വരുമെന്ന് പറഞ്ഞോ? പിന്നെ പറഞ്ഞിരുന്നു. കണ്ണാ, നീ വിഷമിക്കേണ്ടടാ. അവൾ നിന്നെ ചതിച്ചതുപോലെ ഈ വീട്ടിൽ ആരും തന്നെ നിന്നെ ചതിച്ചിട്ടില്ല. അവൾ ഇന്ന് അവിടെ വന്ന് ജീവനോടെ പോകില്ലെന്ന് ഞാനല്ലേ നിനക്ക് വാക്ക് തരുന്നത്. നിന്റെ ദാമ്പത്യ ജീവിതം ഇനി മുതൽ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ എന്നൊക്കെ പറയുന്ന സമയത്ത് മനസ്സില്ലാ മനസ്സോടെ മേഘൻ പറയുന്നതെല്ലാം കേട്ടിരിക്കുകയാണ് നമ്മുടെ കണ്ണനും. അതേസമയം മേഘൻ എണീറ്റ് പോയതിന് ശേഷം അനന്തുവിനെ വിളിക്കുന്നുണ്ട് കണ്ണൻ. എന്നിട്ട് മഹാലക്ഷ്മി എവിടെയാണെന്നും അയാൾ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അനന്തു പറയുന്നു, കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ലേഖ മഹിയെ നോക്കുന്നത്, അതുകൊണ്ട് നീ മഹിയെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട എന്ന് പറയുമ്പോൾ മേഘൻ്റെ വായിൽ നിന്നും കിട്ടിയ ആ രഹസ്യം അനന്തുവിനെ അറിയിക്കുന്നുണ്ട്. അത് പ്രകാരം അവരുടെ പ്ലാൻ പൊളിക്കാനുള്ള എന്തോ ഒരു നീക്കം നമ്മുടെ അനന്തു നടത്തുന്നു. അതേസമയം മുമ്പൊരിക്കൽ മഹാലക്ഷ്മിയെ തട്ടിൻ്റെ മേളിൽ നിന്ന് താഴെ തള്ളിയിടാൻ വേണ്ടിയിട്ട് വാമദേവൻ അമ്മാവനും അതുപോലെ ഉണ്ണിയും കണ്ട ആ അതേ ജോലിക്കാരനെ തന്നെ ഇത്തവണയും കൊട്ടേഷൻ ഏൽപ്പിക്കുന്നുണ്ട് മേഘൻ. അതുപ്രകാരം പണി സൈറ്റിൽ വരുന്ന മഹാലക്ഷ്മി അവിടെ കയറിയാൽ ഒരു വിരൽ തൊട്ടാൽ പോലും താഴേക്ക് വീഴുന്ന രൂപത്തിൽ തട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയിക്കുന്നു. അന്നേരം മേഘനാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു. അതേസമയം ബാലകൃഷ്ണ സാറും ലേഖയും മഹാലക്ഷ്മിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നു. മഹാലക്ഷ്മി പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഓഫീസിൽ ശത്രുക്കളൊക്കെ ഉണ്ടെന്ന് നന്നായിട്ട് അറിയാമല്ലോ നമ്മുടെ അനന്തുവിനും ലേഖയ്ക്കും. അങ്ങനെ ആരുടെയും കുത്തുവാക്കുകൾ കൊണ്ട് മഹിയുടെ മനസ്സ് വേദനിക്കാതിരിക്കാനും അതുപോലെ മഹിക്കൊപ്പം എപ്പോഴും ഒരു നിഴലായിട്ട് നമ്മുടെ ലേഖയും കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ അവർ കയറി വരുന്ന സമയത്ത് നമ്മുടെ ഉണ്ണിയാണെങ്കിൽ മഹിയെ കണ്ടതും തങ്ങൾ ജീവന് തുല്യം സ്നേഹിച്ച കണ്ണേട്ടനെ ചതിച്ചോ എന്നുള്ള രൂപത്തിൽ അലറുകയാണ്. ഉണ്ണിയാണെങ്കിൽ മഹിക്ക് നേരെ, എൻ്റെ കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ ഭാര്യയായി വന്ന് അദ്ദേഹത്തെ ചതിച്ച് സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കി അദ്ദേഹത്തെ തന്നെ ഉപേക്ഷിച്ച് പോയതും പോരാ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങളെപ്പോലൊരു ദുഷ്ടയായ സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ ആക്രോശിക്കുന്ന സമയത്ത് ലേഖയ്ക്കും അതുപോലെ ബാലസാറിനൊക്കെ ചിരിയാണ് വരുന്നത്. കാരണം സത്യങ്ങളെല്ലാം അവർക്കറിയാം. ഇവർ ഈ കാണിക്കുന്നതൊക്കെ കണ്ണനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. മഹാലക്ഷ്മി ഒഴിഞ്ഞു പോയ സ്ഥിതിക്ക് കണ്ണൻ്റെ സ്വത്തുക്കളൊക്കെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന നാടകമാണെന്ന് മനസ്സിലാക്കി അവർക്ക് തമാശയാണ് തോന്നുന്നത്. ചുട്ട മറുപടിയാണെങ്കിൽ മഹാലക്ഷ്മി കണക്കിന് കൊടുക്കുന്നുണ്ട് ഉണ്ണിക്ക്. അതൊക്കെ ചോദിക്കാൻ തനിക്കെന്താ അവകാശം? ഞാനും കണ്ണേട്ടനും തമ്മിൽ എന്തെങ്കിലും വഴക്കോ പിണക്കോ ഉണ്ടെങ്കിൽ ഞങ്ങൾ തങ്ങളിൽ തീർത്തോളും. അതിനിടയ്ക്ക് സഹോദരനാ സഹോദരിയാന്ന് പറഞ്ഞ് ആരും ഇടപെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെയൊക്കെ സ്നേഹം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഉണ്ണിയാണെങ്കിൽ കലിയോടെ നിൽക്കുന്നുണ്ട്. അതേസമയം മേഘൻ ഒരുപാട് സന്തോഷിച്ച് നിൽക്കുന്നു. താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റും. അതുപോലെ മഹാലക്ഷ്മിയെ താൻ അപായപ്പെടുത്തിയാൽ പോലും ഇത്തവണ കണ്ണനോ മറ്റാരും പ്രശ്നം ഉണ്ടാക്കില്ല എന്നൊക്കെയുള്ള സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് ആ ജോലിക്കാരൻ ഒന്നും കൂടി വന്ന് ഉറപ്പിക്കുന്നുണ്ട്, താൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന തട്ടിൽ ഒന്ന് വിരൽ കൊണ്ട് തൊട്ടാൽ പോലും ആള് താഴെ വീണിരിക്കും. അങ്ങനെ താഴെ വീണ് കഴിഞ്ഞാൽ ഇത്രയും നിലയുടെ മേളിൽ നിന്ന് താഴെ വീണതായതുകൊണ്ട് പൊടി പോലും കിട്ടാൻ ചാൻസ് കുറവാ എന്നൊക്കെ പറയുമ്പോൾ അതേ സ്ഥലത്തേക്ക് മഹി പോകുന്നതും നോക്കി സന്തോഷത്തോടെ നിൽക്കുവാണ് മേഘൻ. അങ്ങനെ മഹിയാണെങ്കിൽ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അനന്തു ലേഖയെ വിളിക്കുന്നുണ്ട്. കണ്ണൻ ഇതുപോലെ മഹാലക്ഷ്മിക്ക് കൺസ്ട്രക്ഷൻ സൈറ്റിൽ എന്തോ ഒരു ആപത്ത് മേഘൻ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളൊരു സംശയം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അധിക നേരം അവിടെ നിൽക്കേണ്ട, ഓഫീസ് വർക്കുകൾ മറ്റു കാര്യങ്ങൾ നോക്കിയതിന് ശേഷം ഇങ്ങ് പോര്. അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കവേ കയ്യിൽ കരുതിയിരിക്കുന്ന തോക്കുമായിട്ട് മേഘൻ മഹാലക്ഷ്മിക്ക് നേർ ചീറിപ്പാഞ്ഞു വരുന്നുണ്ട്. മഹാലക്ഷ്മിയുടെ നേർ തോക്ക് ചൂണ്ടി സന്തോഷത്തോടെ ആക്രോശിക്കുന്ന സമയത്ത് ആകെ ഭയന്ന് നിൽക്കുന്ന മഹാലക്ഷ്മിയും അതുപോലെ ബാലേന്ദ്ര സാറിനെയും ലേഖയും കാണിക്കുന്നു. മേഘൻ വിരിച്ച കെണിയിൽ മേഘൻ തന്നെ വീഴും. കാരണം പ്രതീക്ഷിക്കാതെ നമ്മുടെ അനന്തു ആണെങ്കിൽ മാർക്കോയെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം മഹാലക്ഷ്മിക്ക് നേർ മേഘൻ കൊലവിളി നടത്തിയത് കണ്ണൻ്റെ മുമ്പിൽ ഇരുന്ന് തന്നെയാണല്ലോ. എന്നാൽ കണ്ണനാണെങ്കിൽ നേരിട്ട് എന്ന് മഹാലക്ഷ്മിയെ രക്ഷിക്കാൻ പറ്റത്തുമില്ല. അനന്തുവോ മാർക്കോവോ വഴി മാത്രമേ മഹാലക്ഷ്മിയെ രക്ഷിക്കാൻ പറ്റൂ. അല്ലാതെ വന്നു കഴിഞ്ഞ ശത്രുക്കളെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സത്യം മനസ്സിലാക്കുമെന്ന് കരുതി മാർക്കോയെയാണ് അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്. എന്തായാലും മാർക്കോ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മേഘൻ കയ്യിലിരിക്കുന്ന തോക്ക് വെച്ച് മഹാലക്ഷ്മിക്ക് നിറയൊഴിക്കുമ്പോൾ മഹാലക്ഷ്മിക്ക് യാതൊരു ആപത്തും സംഭവിക്കാതിരിക്കാൻ
ലേഖ സ്വയമേ മഹാലക്ഷ്മിയെ തട്ടിമാറ്റി ആ വെടിയുണ്ട സ്വന്തം ദേഹത്തേക്ക് കൊള്ളിക്കുന്നു. അത് കാരണം മഹാലക്ഷ്മി ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടുവെങ്കിലും ലേഖ അപകടപ്പെട്ട് കിടക്കുന്നത് കണ്ടാണ് നമ്മുടെ മാർക്കോയും അതുപോലെ ബാലേന്ദ്ര സാറും മഹാലക്ഷ്മി എല്ലാവരും കൂടി ലേഖയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമായിരിക്കും. എന്താകുമെന്ന് കാത്തിരിക്കാം.